ആരാ നിന്റെ ഈ കൃഷ്ണൻ? വെയിലിലും മഴയിലും കിനാവിലും നീ അന്വേഷിക്കുന്ന കൃഷ്ണൻ? അപ്പൊ ഇതൊന്നും ഞാൻ കാണില്ലാന്ന് കരുതിയല്ലേ? ഞാൻ അറിയാതെ ഒരു പേഴ്സണൽ കോപ്പ് നിനക്ക് കൊണ്ടുപോകാൻ പാടില്ല. നിന്റെ ശരീരം കണ്ടല്ലോ എനിക്ക് നിന്റെ വൃത്തികെട്ട മനസ്സും കാണാനായി. നിങ്ങളൊരു കവേർഡാണ്, ഒരാളുടെ പേഴ്സണൽ ഡയറി കട്ട് വായിക്കുന്ന ഭീരു. നീ എന്റെ ഭാര്യ ആയിരിക്കുന്നിടത്തോളം കാലം നിനക്ക് ഞാൻ അറിയാത്തൊരു പേഴ്സണലും വേണ്ട. ഞാൻ നിങ്ങൾക്ക് എല്ലാം അടിയാൻ വെച്ചിട്ടില്ല. എന്റെ മനസ്സിലുള്ളത്, എന്റെ ഡയറിയിലുള്ളത് നിങ്ങൾക്ക് അടിയറ വെക്കാൻ നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയില്ല. എന്താ നീ പറഞ്ഞ? നീ എനിക്ക് ഉത്തരം തന്നിട്ടേ പോവൂ. ആരാടി എന്റെ കൃഷ്ണൻ? കവിതയിലൂടെ ശൃംഗരിച്ച് രമിച്ചു. എന്താടി നീ വിചാരിച്ചത്? ഒന്നുകൂടി പറ. Hello. Are you sick? Sister Annie, please report to the reception. Sister Annie, to report to the reception. Looks tired. ഒരു തളർച്ച, മയങ്ങിപ്പോയി. അത് ശരി. താൻ അനിമിക്കാണല്ലോ. നമ്മളിതൊന്നും സ്വയം കണ്ടുവെന്ന് വരില്ല. കൂടെയുള്ളൊരു ശ്രദ്ധിക്കുകയില്ല. ഒന്നോളൂ. ഇല്ല സാർ, ഡോക്ടർ ക്രിസ്റ്റിയെ നോക്കി വന്നതാ. എന്താടോ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട? 10:30 മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നല്ലോ. ഉച്ചയ്ക്ക് ഹാഫ് ഡേ എടുത്ത് പോവുകയും ചെയ്തു. എന്നിട്ട് ഇപ്പൊ ഇവിടെ? സർ, 30 പേഷ്യന്റ് സീരിയസ് ആണ്. ഡ്യൂട്ടിക്ക് ഡോക്ടർ ക്രിസ്റ്റി ഉണ്ട്, നേഴ്സുണ്ട്, പിന്നെ എമർജൻസിയാണ് ഞാനിങ്ങെത്തും. ഭദ്ര സെൻസിറ്റീവ് ആണ്. ഒരു ഡോക്ടർക്ക് അത്യാവശ്യം വേണ്ട ഗുണം തന്നെയാണത്. പക്ഷെ റൊമാൻറ്റിക് ആകരുത്. രോഗിയോട് താതാത്മ്യം പ്രാപിക്കാൻ ചെന്നാൽ ഡോക്ടറിന് രോഗിയാവും. എൻ്റെ കരിയറിൻ്റെ സക്സസ് എന്താണെന്നറിയാമോ? നിങ്ങളെപ്പോലെ മിടുക്കരായ അസിസ്റ്റൻസ് എന്നോടൊപ്പം ഉണ്ട്. ഞാൻ പറയുന്നു, എൻ്റെ മോളെ ഇത്രയ്ക്കൊന്നും വേണ്ട. വിനയ മാഡത്തിന്റെ ഫോണാ, മാഡം ഹോസ്റ്റലിലേക്ക് ഉണ്ടോന്ന്. ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞോളൂ. ഓഹോ, വീട്ടിൽ പോകാതെ ഇവിടെ ഇരിക്കുന്നതിൻ്റെ എമോഷൻ ഇപ്പം പിടികിട്ടി. അയാൾ ക്ലബിലായിരിക്കും അല്ലേ? കാണാറുണ്ട്. തന്നേക്കാളായിക്ക് പ്രിയം സ്മോളിനോടാണെന്ന് തോന്നുന്നു. 1-2 പേക്കല്ല മെഴുകുന്നത്, താനാണത് നിയന്ത്രിക്കേണ്ടത്. അപ്പോഴേ ഒരു ഒറ്റുകാരെന്നുള്ള പേര് കേൾപ്പിച്ച് അയാളെ എൻ്റെ ശത്രുവാക്കരുത് കേട്ടോ. Dr. Christie, please report to the ICU urgently. Dr. Christie, please report to the ICU urgently.
മോള് അല്ല കഞ്ഞി വാങ്ങിയിട്ടുണ്ട്, കൊടുക്കാവോ? നെല്ലരി വെള്ളം കുടിച്ചിട്ട് ചന്ദ്രൻ, ചന്ദ്ര, നിന്നെ ഞാൻ ഒത്തിരി വേദനിപ്പിച്ചു. ക്ഷമിക്ക. നിനക്ക് എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? വിളിച്ചെങ്കിൽ ഞാൻ ഓടി വന്നേനെ. നിനക്ക് കുടിച്ചെല്ലാം മറക്കാം. എനിക്കോ പോട്ടെ പോട്ടെ. ചന്ദ്ര, പോകാം. അപ്പോഴേ തൻ്റെ കോട്ട തീർന്നു. 2 വെക്ക് കഴിക്കാനുള്ള അനുവാദവും പിൻവലിച്ചിരിക്കുന്നു. ഞാനല്ല, സാക്ഷാൽ ദൈവം. ഒരു പുരുഷായുസ് കഴിച്ചു തീർക്കേണ്ടത് ഇത്ര ചെറുപ്രായത്തിലെ കഴിച്ചു തീർത്താൽ ഇങ്ങനെയാ കോട്ട തീരും. ഈ ലിവർ എന്ന് പറയുന്ന പാർട്ടി വെറും പാവാ. അവനെ ഇങ്ങനെ ഇട്ട് പീഡിപ്പിച്ചാൽ പിന്നെ ദൈവകോപം കിട്ടില്ലേ? ദൈവകോപം ഡോക്ടർക്കില്ലേ? ഇവിടം സ്ട്രോങ്ങാ. പാടത്ത് കിളച്ചിടുന്ന അപ്പൻ്റെ വിത്ത. ഡബിൾ സ്ട്രോങ്. എന്നാലും 2 കഴിക്കൂ, 2 ലാർജ്. ഈ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റുകളെ ജെന്റിൽമാൻ, അതായത് ഈ തൈരിശാതം വർഗത്തിലാണ് പെടുത്തിയിരുന്നത്. ടൈയും കണ്ണടയും ഫുൾ സ്ലീവ് ഒക്കെ ഉണ്ട്, അങ്ങനെ തോന്നുക. പക്ഷെ അതിലും പൊട്ടകളുണ്ടെന്ന് ഇപ്പോഴാണ് അവിടെ കിട്ടിയത്. ഇനിയെങ്ങാനും മദ്യം തൊട്ടുപോയാൽ വെറുതെ മരുന്നിനും ആശുപത്രിക്കൊന്നും കാശ് കളയല്ലേ. ഒരു പ്രയോജനവും ഇല്ല. ഈ കുട്ടി തനിച്ചാവും. അതിനപ്പുറം ഞാൻ എന്താ പറയണ്ടേ? അവിടെ വെച്ചേക്ക്. അയ്യോ വേണ്ട, ഇതാ പിടിച്ചേ പിടിച്ചേ. ശീലം കൊണ്ട് പറഞ്ഞു പോയതാ. ഞാൻ കാശ് വാങ്ങും, പക്ഷെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നിടയിൽ വാങ്ങാറില്ല. ഐ എം എ പ്രിൻസിപ്പൽ മാൻ. പക്ഷെ മറ്റുള്ളവർ, അവരെ ഞാൻ വെറുതെ വിടില്ല. എന്തേ നിർത്തിയത്? എഴുതാൻ മൂട് വന്നുണ്ടോ? നമുക്ക് വീട്ടിൽ പോവാം. എന്നെ സന്തോഷിപ്പിക്കാൻ നീ കണ്ടെത്തിയ സ്ഥലമല്ലേ? ശരിയാ. എന്തോ എനിക്കിപ്പോ പേടി തോന്നുന്നു. അരുതാത്ത എന്തെങ്കിലും നിന്റെ കൃഷ്ണൻ പറഞ്ഞോ? ആരാ നിന്റെ കൃഷ്ണൻ? ഇന്നലെ വരെ എൻ്റെ കൃഷ്ണന് ആൾ രൂപമില്ലായിരുന്നു. എങ്കിലും ഞാൻ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു എൻ്റെ കവിതകളിൽ. എന്നാൽ ഇന്ന് ഒന്ന് പാട്, ഞാനും കൂടി അറിയട്ടെ അവൻ ആരാന്ന്. നോക്കി പേടിപ്പിക്കാതെ. ഒരു നിമിഷം മതി നിന്നെ എനിക്ക് കായലിലേക്ക് വലിച്ചെറിയാൻ. ഒരു കൃഷ്ണൻ നിന്നെ രക്ഷിക്കാൻ വരില്ല. പാടടി. എന്നെ അപമാനിക്കാൻ നീ പാടിയതാണെങ്കിലും എനിക്കത് കേൾക്കണം. ഞാൻ
ഞാൻ അറിയാതെ പാടിപ്പോയതാ. വേദനിച്ചെങ്കിൽ മാപ്പ് തരണം. തരാം. അതിനു മുൻപ് പീലി വിടർത്തിയാടുന്ന എന്റെ കൃഷ്ണനെ എനിക്കൊന്ന് കാണണം. മോള് പാട്. കഴിയാഞ്ഞിട്ടാ ചന്ദ്ര. പാടടി. പാടാൻ ഇല്ലേ? ഇല്ല എങ്കിൽ നീ പാടും. നിന്റെ ഒടുക്കത്തെ പാട്ട് എന്ന് നീ പാടും. ഒരു പേഷ്യൻ്റ് അകത്തുണ്ട്. ഞാൻ വെയിറ്റ് ചെയ്യാം. ഓ മാഡം, ഇപ്പൊ ചാവൂന്ന് പറഞ്ഞ ഇരിപ്പ് എന്തൊരു ബലം. എല്ലാ ടെസ്റ്റിനും കുറിച്ചിട്ടുണ്ട്, പോരാത്തതിന് സ്കാനിങ്ങും ഒക്കെ മൂപ്പർക്ക് ഷെയറുള്ള സ്ഥലമായിരിക്കും. എന്ത് ചെയ്യാം, കൈപ്പുണ്യുള്ള കൈയായിപ്പോയി. ആ കേക്കട്ടെ. പിന്നെ എനിക്ക് പാടാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് നേരം ശ്രമിച്ചോ? ഉം. ഇവിടെ എന്തെങ്കിലും വേദന ഇല്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെ വേദന കാണണമല്ലോ. ഇല്ല സർ. ഭദ്രയുടെ പാട്ട് ഞാൻ കേട്ടിട്ടില്ല. സ്റ്റുഡൻസ് ആരോ പറഞ്ഞു അസലായിട്ട് പാടുമെന്ന്. ഏതെങ്കിലും ഫംഗ്ഷന് പാടിയിട്ടുണ്ടോ? ഇല്ല, 1-2 തവണ ഹോസ്റ്റലില്. ആ മതിയല്ലോ, കഴുത കരച്ചിലും പാട്ടാണെന്ന് പറഞ്ഞ് പ്രേരിപ്പിക്കാൻ അത് മതി. ആ എന്ത് കരച്ചിലാണെങ്കിലും ഒന്ന് കേൾക്കാം. എനിക്ക് പാടാൻ അറിയില്ലെങ്കിലും ഐ എം എ ലവർ ഓഫ് മ്യൂസിക്. നന്നായി ഞാൻ മ്യൂസിക് കണ്ടക്ട് ചെയ്യും. കാണണോ? ഇനി ഭദ്രയുടെ ടേണാണ്. പാടിക്കോളൂ. കമോൺ സ്റ്റാർട്ട്. 1 2 3 4. ട്രൈ. കമോൺ. കഴിയുന്നില്ല ഡോക്ടർ. താൻ ഇതുവരെ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ശബ്ദത്തിന് ഒരു കുഴപ്പമില്ല. വർത്താനം പറഞ്ഞാൽ പുറത്ത് കേൾക്കുമെങ്കിൽ അതിൻ്റെ ഏറ്റക്കുറച്ചിൽ മതി പാട്ടാകാൻ. പഠിച്ച പുസ്തകത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞു തരണോ? സാർ, ഞാൻ ഒരുപാട് ശ്രമിച്ചു. നിങ്ങൾ രണ്ടാളും ഡോക്ടർ ശ്യാം സുന്ദറിനെ കണ്ട് ഒരു കൗൺസിലിംഗ് നടത്ത്. താനൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുക. നിങ്ങൾ രണ്ടുപേരെല്ലാവർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. അത് തൽക്കാലം വേണ്ടെന്ന് വെച്ചോ. മനസ്സിലായി. ഇനി താമസിപ്പിക്കണ്ട. ഒരു കുഞ്ഞുണ്ടെങ്കിൽ അതിൻ്റെ കരച്ചിലൊക്കെ ആകുമ്പോൾ താനേ ശരീരം പഠിക്കുള്ളൂ. പിന്നെ എപ്പോഴാടോ വഴക്കിടാൻ സമയം?
മോളെ എഴുന്നേറ്റോ? ആ എഴുന്നേറ്റു, കാപ്പിയും കുടിച്ചു. ആ. എനിക്ക് നിന്നെ കൂടാതെ വേറൊരു മോളോടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? ഇതാ ഡോക്ടർ ഭദ്ര. ഞാനിതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, ക്ലിനിക്കിൽ വെച്ച്. എന്താ നിർത്തിയത്? ഞങ്ങളുടെ വീട്ടിലെ ചേച്ചിയുടെ ഒരു ചിത്രമുണ്ട്, അസലൊരെണ്ണം. സാറ് തന്നതാ. എന്തിനാ വെറുതെ വിഷയം മാറ്റണേ? ക്ലിനിക്കിലെ മോളെ കാണാൻ വേണ്ടി ഒരിക്കൽ ഭദ്ര വന്നു. അന്ന് നീ നല്ല മയക്കത്തിലായിരുന്നു. അതങ്ങ് പറഞ്ഞാ പോരെ. എന്തിനാ എണ്ണി നോക്കണേ? ഒക്കെ റേഷനല്ലേ, 1 2 എണ്ണത്തിൽ തെറ്റിന്ന് വരും. ശരി, ഇതാ കിടക്കുന്നു. നിങ്ങൾ രണ്ടോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ 1 2 പേഷ്യൻസിനെ കണ്ടിട്ട് വരാം. എത്ര എണ്ണം വലിച്ചു തള്ളിയെന്നറിയോ? നീ ഇടയായിട്ട് ഉഴപ്പാണ്. ഒരു കണ്ണ് ഇവിടെ ഗായത്രിയുടെ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ട് നിന്റെ കണ്ണ് റോഡിലും ചുറ്റുവട്ടത്തെ ബാൽക്കണികളിലുമാണല്ലേ? എന്താണ് ഒരു രഹസ്യ വാർണിംഗ്? ഈ മോൾ ഒരു കുഴപ്പവും ചെയ്യില്ല. അച്ഛന് ധൈര്യമായിട്ട് പേഷ്യൻസിനെ പിടിയാ, കാശും ഉണ്ടാക്കാം. വൈകിയപ്പോ ഞാൻ കരുതി വരില്ല എന്ന്. മോളെ ഭദ്ര പറഞ്ഞറിയാം. ഇപ്പൊ നാട്ടിൽ തന്നെ ഉണ്ടോ? ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിലെ മാധവനായുടെ ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഭദ്ര പറഞ്ഞു തന്നെയുള്ള അറിവാണ്. പക്ഷെ അത് ഇത്രയും മനോഹരമാണെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. ഇവള് വന്നാ സാധാരണ അന്ന് തന്നെ തിരിച്ചു പോവും. ഇന്നങ്ങനെ ആവില്ലല്ലോ. ഒരു ചേഞ്ച് വേണമെന്നുണ്ട്. വരൂ. എന്താ ധൈര്യം ചേച്ചിക്ക് ആ പാറമേൽ നിൽക്കാൻ? ഒരാൺകുട്ടിയെ പോലാ ഞാനിവളെ വളർത്തിയത്. ഞങ്ങള് കളിക്കൂട്ടുകാരെ പോലായിരുന്നു. 7 വയസ്സുള്ളപ്പോൾ ഇവളെ എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാ അമ്മ. ഞാനൊരു പന്ന പോക്കറി ആയതുകൊണ്ട് ഭാര്യ സൂയിസൈഡ് ചെയ്തതെന്നാണ് കഥ. താനും കേട്ടിട്ടുണ്ടാവുമല്ലോ. സത്യത്തിൽ പ്രശ്നം ഞാനും ഗായത്രിയുടെ അമ്മയും തമ്മിലുള്ള വിശ്വാസത്തിൻ്റെതായിരുന്നു. ഒരു പെണ്ണെനിക്ക് ഫോൺ ചെയ്താൽ, ഒരു സ്ത്രീയെ ഞാൻ അല്പം കൂടുതൽ സമയം പരിശോധിച്ചാൽ വെരുകിനെ പോലെ അവൾ അസ്വസ്ഥയാവും. ഒരു ദിവസം കൺസൾട്ടിംഗ് റൂമിൽ വന്ന് കുറ്റിയടിച്ച് ഉലങ്ങിയിരുന്നു. ഞാൻ പിടിച്ച് പുറത്താക്കി. അതായിരുന്നു പ്രകോപനം. ഗായത്രി മോളാണ് ആദ്യം കണ്ടത്. കത്തിയെരിയുന്ന അമ്മ. അവളുടെ കണ്ണുകളിൽ ഇപ്പോഴും അമ്മ നിന്നെരിയുന്നുണ്ടാവും. കുറച്ചൊക്കെ മരുന്നും മനഃശാസ്ത്രവും പഠിച്ച ഞാൻ എൻ്റെ മോടെ മനസ്സ് മാത്രം കണ്ടില്ല. ബറോഡെ ചിത്രമെടുത്ത് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ എതിർത്തില്ല. ക്യാമ്പസിലൊരു വൃക്ഷച്ചോട്ടിൽ കയ്യിലെരിയുന്ന സിഗരറ്റുമായിരുന്ന ചിത്രം വരയ്ക്കുന്ന എൻ്റെ മോളെ ഞാൻ കണ്ടു. ചിത്രം നന്നായിരിക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഒരിക്കലും അവൾ എഴുതി, അച്ഛനെ കാണിക്കാൻ ഒരാളെ കൊണ്ടിരുന്നുണ്ട്, ഒരു ആർട്ടിസ്റ്റ്, അയാളോടൊപ്പം അവൾക്ക് ജീവിക്കണമെന്നുണ്ടെന്ന്. ഞാൻ അത്ഭുതപ്പെട്ടു എൻ്റെ മോടെ തൻ്റെ അടുത്ത്. അങ്ങ് ഡൽഹിയിൽ ഭാര്യയും ഒരു മകനും ഉണ്ടെന്നറിഞ്ഞ അതേ നിമിഷം അവളവൻ്റെ കരണത്തടിച്ച് പുറത്താക്കി. അത് കണ്ടു നിന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു, മിടുക്കി, പെണ്ണായാൽ ഇങ്ങനെ വേണം, നീ അമ്മയെപ്പോലല്ല. പക്ഷേ വാതിലടിച്ച് പൊട്ടിക്കരയുന്ന എൻ്റെ മോളെ കണ്ടപ്പോൾ ഞാൻ നടുങ്ങി. ഞാനാണോ അവളാണോ ആദ്യം മരിക്കേണ്ടത്? ഏത് സംഭവിച്ചാലും ദുരന്തം വളരെ ഭീകരമായിരിക്കും. ഇതൊക്കെ പറയുന്നത് എൻ്റെ ആശ്വാസത്തിന് വേണ്ടി മാത്രമല്ല, ഒരു മഹാദുരന്തത്തിൻ്റെ തുടക്കം എത്ര ചെറുതായിരുന്നു എന്ന് പറയാനാണ്. ഒരു നിമിഷത്തെ സംയമനം, അല്ലെങ്കിൽ ഒരു ഏറ്റുപറച്ചിൽ എൻ്റെ ഭാര്യയോട്. അന്ന് അത് മാത്രം മതിയായിരുന്നു. ഇന്ന് നിങ്ങളുടെ കൊച്ചു കൊച്ചു പണക്കങ്ങൾ കാണുമ്പോൾ എനിക്ക് പറയാനുള്ളതാണ്. എനിക്കറിയാം ചന്ദ്രൻ തന്നെ വളരെ വളരെ സ്നേഹിക്കുന്നു. താൻ അയാളെ